English online class. Previous days we discussed the topic The Merchant of Venice by Shakespeare. Its textual questions and the activities that we completed. Today we are going to discuss another topic, that is a poem entitled as My Grandmother's House, written by Kamala Das. Let's start. ഇവിടെ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം നമ്മൾ ദ മർച്ചൻ്റ് ഓഫ് വെനീസ് എന്നുള്ള പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്തു. അതിലെ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളും ആണ് ചർച്ച ചെയ്തത്. ഇന്ന് പുതിയൊരു പാഠഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു കവിതയാണ്, എൻ്റെ മുത്തശ്ശിയുടെ വീട് എന്നുള്ള ഒരു കവിത. എഴുതിയിട്ടുള്ളത് കമലാദാസാണ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഫെമിലിയർ ദ റൈറ്റർ കമലാദാസ്. Kamala Suraya, 1934 to 2009. Known by the names Madhavikutty and Kamala Das, was a gifted bilingual writer who could delight her readers with her inimitable style in both English and Malayalam. 1934 ജനിച്ച വളരെ പ്രശസ്തയായ എഴുത്തുകാരി മാധവിക്കുട്ടി, അതോടൊപ്പം തന്നെ കമലാദാസ് എന്നൊക്കെ അറിയപ്പെടുന്ന ദ്വിഭാഷ എഴുത്തുകാരിയായിട്ടുള്ള കമലാദാസ് ഇപ്പോൾ വളരെയധികം ഇംഗ്ലീഷ് മലയാളവും ഒരേപോലെ കൈകാര്യം ചെയ്തിരുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു അവർ. ഷീ ഈസ് പോപ്പുലർ ആസ് എ പോയറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അവരറിയപ്പെട്ടിരുന്നത് കവി, ചെറുകഥാകൃത്ത് എന്ന നിലകളിലാണ്. ഷീ വാസ് ദ റെസിപ്പിയൻ്റ് ഓഫ് അവാർഡ്സ് ലൈക്ക് എഴുത്തച്ഛൻ പുരസ്കാരം, വയലർ അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ് എക്സെട്ര. എഴുത്തച്ഛൻ പുരസ്കാരവും വയലർ അവാർഡും സാഹിത്യ അക്കാദമി അവാർഡും തുടങ്ങിയവ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. My Story, The Old Playhouse and Other Poems, Padmavati, The Harlot and Other Stories, My Mother at 66, etc. are some of her works in English. ഇംഗ്ലീഷിലെ മറ്റു ചില കൃതികളാണ് മൈ സ്റ്റോറി, ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോയംസ്, പദ്മാവതി, ദ ഹാരിയറ്റ് ആൻഡ് അതർ സ്റ്റോറീസ്, മൈ മദർ 66 തുടങ്ങിയവ. ഓക്കെ, നമുക്ക് ഇനി കവിതയിലേക്ക് പോകാം. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, എൻ്റെ മുത്തശ്ശിയുടെ വീട്. ഐ റിസീവ്ഡ് ലവ് ദാറ്റ് വുമൺ ഡൈഡ്. എനിക്ക് സ്നേഹം ലഭിച്ചിരുന്നു, ആ സ്ത്രീ മരിച്ചു. ദ ഹൗസ് വിഡ്യൂ ഇൻ ടു സൈലൻസ്, സ്നേക്സ് മൂവ്ഡ് എമംഗ് ബുക്സ്, ഐ വാസ് ദെൻ ടു യങ്. വീട് നിശബ്ദയിലാണ്ടു, പാമ്പുകൾ ഇഴഞ്ഞു, പുസ്തകങ്ങൾക്കു മേലെ അന്ന് ഞാൻ തീരെ ചെറുതായിരുന്നു. ടു റീഡ് ആൻഡ് മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ. വായിക്കുവാൻ എൻ്റെ രക്തം ചന്ദ്രനെ പോലെ തണുത്തിരുന്നു. അങ്ങനെ കവിയത്രിയുടെ ആ ഒരു രക്തം ചന്ദ്രനെ പോലെ തണുത്തിരിക്കുന്നു. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ്. വല്ലപ്പോഴും ഞാൻ അവിടെ പോകണമെന്ന് ചിന്തിക്കും. ദർ to peer through blind eyes of the windows or just listen to the frozen air. ജനാലകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുവാനോ മന്ദമാരുതനെ വെറുതെ ശ്രവിക്കുവാനോ, ഓർ അല്ലെങ്കിൽ in wild despair pick an armful of darkness to bring it here to lie. ഒളിഞ്ഞു നോക്കുവാനോ അല്ലെങ്കിൽ മന്ദമാരുതനെ, കാറ്റിനെ വെറുതെ ശ്രവിക്കുവാൻ, കേൾക്കുവാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കാറ്റ് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുമല്ലെങ്കിൽ വന്യമാം രാത്രിയിലൊരു കൈക്കുമ്പിൾ നിറയെ, കൈക്കുമ്പിളിൽ രാത്രിയെ എടുത്തുകൊണ്ട്, ഇരുട്ടിനെ എടുത്തുകൊണ്ട് അന്ധകാരത്തെ, ആ ഇരുട്ടിനെ ഇവിടേക്ക് എത്തിച്ച് ഇവിടെ കിടത്തുവാനോ. മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്. കിടപ്പുമുറിയുടെ വാതിലിൽ മുന്നിലൊരു മുരളുന്ന പട്ടിയെപ്പോൾ തീർച്ചയായിട്ടും അവിടെ കാണുകയാണ്. കവിത്രി പറയാണ്, ആ അന്ധകാരത്തെ ഞാൻ ഇവിടെ എത്തിച്ചു, അത് വെറുതെ കിടത്തിയിട്ട്, അതിനെ ആ ഒരു റൂമിൽ കിടത്തിയിട്ട് എൻ്റെ കിടപ്പുമുറിയിൽ കിടത്തുമ്പോൾ മുരളുന്ന പട്ടിയെപ്പോലെ ഞാൻ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. നോട്ട് ബിലീവ് ഡാർലിങ്, കനോട്ട് ബിലീവ് ഡാർലിങ്. നീ വിശ്വസിക്കില്ലേ പ്രിയനെ. ക്യാൻ യു ദാറ്റ് ഐ ലിവ്ഡ് സച്ച് എ ഹൗസ് ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലൗഡ്. ഐ വു ഹാവ് ലോസ്റ്റ് മൈ വേ ആൻഡ് ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർസ് ടു റിസീവ് ലവ്, at least in small change. Can you that I lived in such house and I was proud and loved. അറിയുമോ, ഞാൻ അതുപോലുള്ളൊരു വീട്ടിൽ താമസിച്ചിരുന്നു. വാസ് പ്രൗഡ് ആൻഡ് ലൗഡ്, സ്നേഹവും നിറഞ്ഞ. ഐ വു ഹാവ് ലോസ്റ്റ്, ഇന്നെനിക്ക് അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൈ വേ ആൻഡ് ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ ടു റിസീവ് ലവ്
at least in small change. സ്നേഹം എന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രകളിൽ ഞാൻ അപരിചിതരോട് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സ്നേഹം ലഭിക്കുന്ന വാതിലുകൾക്കായിട്ട് ഒരല്പമെങ്കിലും ഒരിറ്റ് സ്നേഹം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എഴുത്തുകാരി അപരിചിതരുടെ വാതിൽക്കൽ ഇങ്ങനെ മുട്ടുകയാണ്, അപേക്ഷിക്കുകയാണ് ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി. Now we can go through the textual questions. First one, that woman died. Who is the woman referred to here? How is she related to the poet? That woman died. ആ സ്ത്രീ മരിച്ചു. ഇവിടെ ആരാണ് ആ സ്ത്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് കവിയത്രിയുമായിട്ട് ആ സ്ത്രീകളുടെ ബന്ധം? ദാറ്റ് ഈസ് ഷീ ഈസ് ഗ്രാൻഡ് മദർ. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രാൻഡ് മദർ. മരിച്ചത് ഗ്രാൻഡ് മദറാണ്, മുത്തശ്ശിയാണ് എഴുത്തുകാരുടേത്. വാട്ട് ഹാപ്പൻ ടു ദ ഹൗസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഡോട്ടർ? ഗ്രാൻഡ് മദർ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഗ്രാൻഡ് മദർ വാട്ട് ഹാപ്പൻഡ് ദാറ്റ് ഹൗസ്? ആ വീടിന് പിന്നീട് മരണശേഷം എന്ത് സംഭവിച്ചു? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഗ്രാൻഡ് മദർ the house withdrew into silence and snakes moved among the books. That is the second one. Third one, to lie behind my bedroom door like a brooding dog means that options: the memories will always remain with the poet, the memories will lie uncared for a corner, the memories are as important as a dog. Okay, which one? That is first one, the memories will always remain the poet. Fourth one, poet wants to go back to the house. For what? To peer dash, to listen dash, to pick dash. To peer through blind eyes of windows, to listen the frozen air, to pick an armful of darkness. That is the fourth one. Next one, identify the most appropriate meaning for an expression, an armful of darkness. Options: sad days, darkness of the past, memories of the grandmother's house. An armful darkness എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? Memories of the grandmother's house, മുത്തശ്ശിയുടെ വീട്ടിലെ തൻ്റെ ഓർമ്മകൾ. In the last three lines of the poem, the poet thinks of herself as a beggar. Okay, based on that sentence, there is a question. Two questions are there. First one, what is she begging for? She is begging for love. Then B, what does she mean by small change? Small quantity. Seventh one, why are the eyes of the windows described as blind? Answer is, windows are blind, dusty and so on. Cannot see through it. That is the seventh one. Then 8, the air in the grandmother's house is frozen. Why? What is the reason? മുത്തശ്ശിയുടെ ആ ഒരു വീട്ടിൽ മരവിച്ച് കിടക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ മരവിച്ച് കിടന്നത്? Due to silence and loneliness, the air in the grandmother's house is frozen. That is the thing. Silence and loneliness. അതാണ് അതിന് കാരണം. Ninth one, which words tell you that the poet is talking to someone? What is she talking about? The word darling tells us that the poet is talking to someone. She is talking about the house that she had lived in and the love she received while living there. അപ്പോൾ അവിടെ ഡാർലിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവർ അവരോട് സംസാരിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന കാര്യം. നെക്സ്റ്റ് വൺ 10, ഹൗ ഡസ് ദ ഹൗസ് ഇറ്റ് സെൽഫ് ഷെയർ ദ ഗ്രീഫ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് ഡെത്ത്? ദ ഹൗസ് withdrew into silence, the snakes moved among books. That is the 10th one. Then next one, let's revisit activity 1. The poet thinks of her past. How is her present? പ്രസൻറ്റിൽ നിന്നും പാസ്റ്റ് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? On the past she received too much love, but in the present she is begging for love. കഴിഞ്ഞ കാല ജീവിതത്തിൽ അവർ അങ്ങേയറ്റം സ്നേഹം അവർക്ക് ലഭിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ സ്നേഹത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഹിൻസ് ഓർ ഫ്രേസസ് ഫ്രം ദ പോം ടു ഗിവ് യു ദ ഐഡിയ ദാറ്റ് the house was deserted after the death of grandmother. The house withdrew into silence and the snakes moved among the books. Activity 2. Look at the phrase blind eyes of windows. Do you think that windows have eyes? Aren't eyes feature of living beings? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കണ്ണുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഇവിടെ aren't eyes are a feature living beings. ജീവനുള്ളവയ്ക്ക് മാത്രമേ എന്ത് കാണുകയുള്ളൂ? കണ്ണുണ്ടാവുകയുള്ളൂ. Okay, is the poet attributing human qualities to the windows? How? അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ഗുണത്തെയാണ് ഇവിടെ ഈ ജനമതിനോട് ഭൂമിച്ചിരിക്കുന്നത്. എങ്ങനെ? Here the poet uses personification is a figure of speech where a thing, an idea
or an animal is given human attributes. ഇപ്പോൾ ഇതൊരു അലങ്കാരമാണ് പേഴ്സണിഫിക്കേഷൻ അഥവാ മനുഷ്യത്വാരോപണം എന്ന് പറയുന്നത്. ഐഡിയ, ഒരു ആശയം അല്ലെങ്കിൽ മൃഗത്തോടോ ആശയത്തോടോ മനുഷ്യൻ്റെ ഗുണങ്ങളെ, സവിശേഷതകളെ ഇത്തരത്തിൽ ഇങ്ങനെ ആരോപിക്കുന്നതിന് നമ്മൾ എന്ത് പറയുക? പേഴ്സണിഫിക്കേഷൻ അഥവാ മനുഷ്യത്വാരോപണം എന്ന് പറയുന്നത്. ദ ഫ്ലവർ ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ്. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കാറ്റിൽ പൂക്കൾ നൃത്തം വയ്ക്കുന്നു. നൃത്തം വയ്ക്കുക എന്നുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത മനുഷ്യനുള്ളതാണ്. ഓക്കെ, അപ്പോൾ പൂക്കളുടെ അതുകൊണ്ടുള്ള ആട്ടം മനുഷ്യനെ നൃത്തത്തോട് ഉപമിച്ചിരിക്കണം, ആരോപിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ. പിക്ക് ഔട്ട് അനദർ എക്സാമ്പിൾ ഓഫ് പേഴ്സണിഫിക്കേഷൻ ഫ്രം ദ പോം. പേഴ്സണിഫിക്കേഷൻ ഉദാഹരണങ്ങൾ എടുത്തെഴുതുക. ദ ഹൗസ് വിഡ്രൂ ഇൻ ടു സൈലൻസ്. സ്നേക്സ് മൂവ്ഡ് എമംഗ് ബുക്സ്. നെക്സ്റ്റ് വൺ 3. My blood turned cold like the moon is an example of simile. Pick out another simile from the poem. ഇപ്പോൾ മൈ ബ്ലഡ് കോൾഡ് ലൈക്ക് ദ മൂൺ എന്നുള്ളത് സിമിലിക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ അവിടെ രക്തം ചന്ദ്രനെ പോലെ തണുത്തുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് സിമിലിക്ക് ഉദാഹരണമാണ്. അപ്പോൾ അതുപോലെ വേറെ ഉദാഹരണങ്ങൾ പറയും. ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് ബ്രൂഡിംഗ് ഡോഗ് എന്നതാണ് സിമിലിക്ക് മറ്റൊരു ഉദാഹരണം. നെക്സ്റ്റ് വൺ 4. Blood turned cold is an instance of tactile image. Find out other images from the poem. ബ്ലഡ് ടേൺഡ് കോൾഡ്, തണുത്ത് മരവിച്ച രക്തം എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ടാക്റ്റൈൽ ഇമേജ്, അല്ലെങ്കിൽ സ്പർശിച്ചറിയുക, അനുഭവിച്ചറിയുക എന്ന് പറയുന്ന ആ ഒരു ഇമേജിന് ഉദാഹരണമാണ്. മറ്റു ഇമേജസിന് ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിർത്തിയെഴുതുക. ഓക്കെ, എക്സാമ്പിൾസ്. ദ സ്നേക്സ് മൂവ്ഡ് എമംഗ് ബുക്സ്, ദാറ്റ് ഈസ് വിഷ്വൽ ഇമേജ്. ലിസൺ ടു ദ ഫ്രോസൺ എയർ, ഓഡിറ്ററി ഇമേജ്. പിക്ക് ഔട്ട് ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്, ദാറ്റ് ഈസ് വിഷ്വൽ. Buy now at stranger's door, that is visual image. Okay, with this activities, the topic my grandmother's house is over. Let's wind up here. Have a nice day. Thank you.